2 പതിറ്റാണ്ടിന്റെ യാത്രാനുഭവമുണ്ട് തിരുവനന്തപുരം സ്വദേശി ഷൈനിക്ക്. 5 ഓൾ ഇന്ത്യ റൈഡ് കഴിഞ്ഞു. 2014 മുതൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവുമായാണ് യാത്രകൾ. സ്കൂളുകൾ, കോളേജുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങി ലഹരി വിരുദ്ധ സന്ദേശവുമായി എത്താത്ത ഇടങ്ങളില്ല. ഏറ്റവും ഒടുവിൽ 2023 ഷൈനിയും മകനും കൂടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്രാമമായ കാസയിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ഗ്രാമമായ കുട്ടനാട് വരെ റൈഡ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ, പബ്ലിക് പ്ലേസിലൊക്കെ ചെന്ന് ബാനറൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ പുച്ഛത്തോടു കൂടിയാണ് നാട്ടുകാർ നോക്കുന്നത്. പക്ഷേ ഒരു 23 വയസ്സുകാരൻ മകനെയും കൊണ്ട് ഒരു അമ്മ അത് ചെയ്യുമ്പോൾ എനിക്കതൊരിക്കലും ഒരു നാണക്കേട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള അനേകം കുട്ടികൾ ഈ ഒരു ലഹരിക്ക് അഡിക്റ്റായിട്ട് പല സ്ഥലങ്ങളിലും നശിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ആ മകനെയും കൊണ്ട് ചെയ്യാൻ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് തോന്നിയത് തന്നെ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞതിന് പ്രകാരമാണ്. ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന ഷൈനിയുടെ 6ാമത്തെ ഓൾ ഇന്ത്യ റൈഡും ലഹരിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. 180 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് റൈഡ് ഫോർ റിസോൾവ് ഇന്ത്യ യുണൈറ്റഡ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് യാത്ര. ആദ്യ 30 ദിവസം 2 വനിതകൾ ലഡാക്ക് വരെ കൂടെ ഉണ്ടാകും. പിന്നെ അങ്ങോട്ട് ഒറ്റയ്ക്കാണ് യാത്ര. ആൻഡമാനിലും ലക്ഷദ്വീപിലും വരെ തന്റെ ഇരുചക്ര വാഹനവുമായി എത്തണമെന്നാണ് ഷൈനിയുടെ ആഗ്രഹം. ഒത്തിരി ദിവസത്തെ യാത്രയുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള താമസമുണ്ട്, അതുപോലെ ഫുഡുണ്ട്, പിന്നെ ഫ്യൂവലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫണ്ട് നമുക്ക് ചിലവാക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല സ്പോൺസേഴ്സിനെ എന്തായാലും നോക്കുന്നുണ്ട്.